അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഉറച്ചൊരു തീരുമാനം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്ന് തീരുമാനം എടുത്തിരിക്കുന്നുണ്ടാവാം. പലരും സ്പിരിച്വലി അവേക്കൻഡ് ആയി കഴിഞ്ഞു. അവരുടെ റിയൽ വേൾഡ് എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്കിനി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് വരെ ചിന്തിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വിട്ടുമാറി പോകാനായിട്ട് ചിന്തിച്ചവരും ഈ ഒരു എനർജിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വൈബ്രേഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾ പലരും ലെറ്റ് ഗോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു അവസരത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു തീരുമാനമാണ്. കാരണം നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാടായിട്ട് ചേസ് ചെയ്യുകയായിരുന്നു. അവരുടെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ചാറ്റ്, ലാസ്റ്റ് സീൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും, അതായത് കൂടുതലായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു രീതി നിങ്ങൾ മാറ്റി തുടങ്ങിയൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണലിൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തിയെ മറക്കാനായിട്ടും ആ ഒരു സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആവാനായിട്ടും ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾസ് സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇത് ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ വ്യക്തി ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നൊരു സമയം കൂടിയാണ്. നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ മാറിയ സമയം തൊട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് ഇത്രയും നാളും ഒരാക്ഷനും എടുക്കാണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഒരുപാടായിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത്, ആ വ്യക്തി ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ റിയൽ വർത്ത് എന്താണെന്ന് ആള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവരെന്തുമാത്രം സന്തോഷിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വില എത്രത്തോളം വലുതാണ് എന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി വേണം, അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വളരെ ഡീപ്പായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡോർ ടു റൊമാൻസ് ആണ്. അതായത് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു റീകൺസിലിയേഷൻ വേണമെന്ന് ആ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ വ്യക്തിക്ക് നിങ്ങളോട് തരാനായിട്ട് ഒരുപാട് സ്നേഹം ആ വ്യക്തി കരുതി വെക്കുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം, അതായത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ ലൈഫിൽ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ആ വ്യക്തി ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലുണ്ട്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട്, അതായത് ഏഞ്ചൽ ഓഫ് ലവ് ആണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്.
ഇതില് പലരും ഈ ഒരു കറന്റ് സിറ്റുവേഷനില് ലെറ്റ് ഗോ ചെയ്യുന്ന തീരുമാനം എടുക്കുന്ന നിമിഷം മുതല് ആ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയാണ്. റിയലായിട്ടും അത് മാനിഫെസ്റ്റേഷനിലൊക്കെ കറക്റ്റായിട്ട് വരുന്നൊരു കാര്യമാണ്. എപ്പോഴും നിങ്ങളൊരു വ്യക്തിയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഏതൊരു സമയത്താണോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്യുന്നത്, ആ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്നതാണ്. ഇതോട് ലോ ഓഫ് അട്രാക്ഷനിൽ പലതിലും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. ഏഞ്ചൽസിൻ്റെ മെസ്സേജും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ എന്ത് രീതിയിലാണോ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യുന്നത്, ഏതൊരു രീതിയാണോ നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നത്, അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കറക്റ്റായിട്ടുള്ള ടൈമിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരും. നിങ്ങളുടെ റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലേഷൻ എത്രയും വേഗം നടക്കുമെന്ന് തന്നെയാണ് ഏഞ്ചൽസും യൂണിവേഴ്സിൻ്റെയും മെസ്സേജ് കിട്ടുന്നത്. നിങ്ങൾ ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. 3 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇവിടെ കാണുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തരണം ചെയ്ത് നിങ്ങൾ ഒത്തിരി മനസ്സ് റിലാക്സ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പലരും സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ട് നീങ്ങാനുള്ള ഒരു ചിന്തയിൽ ആണ് നിങ്ങളുടെ അവസ്ഥ. ഇടയിൽ തന്നെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇങ്ങനെ അകന്ന് മാറിപ്പോകുന്നതിന് എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവണില്ലായിരുന്നു. കാരണം നിങ്ങളുടെ അടുത്ത ആദ്യ സമയങ്ങളിലൊക്കെ അവർ നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പം ഏതൊരു സാഹചര്യം വന്നിട്ടാണോ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് ചെയ്യുന്നത്, ഒരു എഫക്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളോട് പെരുമാറുകയാണ്. ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് മെഡിറ്റേഷനുകൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ മെൻ്റലി ഒരുപാട് ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്. ആ ഒരു സ്റ്റേറ്റ് നിങ്ങൾക്ക് മാറിയെടുക്കാനായിട്ട് നിങ്ങൾ പലരും മെഡിറ്റേഷനുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അത്തരം പ്രാക്ടീസുകൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക. അവർക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് ലൈഫിൽ മറ്റെന്തോ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അവരുടെ ലൈഫിലുണ്ട്. നിങ്ങളുടെ അടുത്ത് പോലും പല പ്രാവശ്യം പറയാത്ത അവരുടെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി അവരുടെ സ്ട്രഗിൾസ് അവരുടെ ജീവിതത്തിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളോട് അവർക്ക് തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം.